ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു മോർണിംഗ് റൊട്ടീനും പിന്നെ ഇവിടുത്തെ ഉമ്മയുടെ കൊച്ചു പൂന്തോട്ടമാട്ടോ കാണിച്ചിരുന്നത്. അപ്പോൾ മോർണിംഗ് റൊട്ടീൻ നമ്മൾ രാവിലെ തന്നെ പാൽക്കുപ്പി എടുത്ത് ഇങ്ങനെ വെളിയിൽ കൊണ്ടുവന്ന് വെക്കൂട്ടാ. അവിടെ ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൂന്തോട്ടവും ഇവിടുത്തെ മുറ്റത്തുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു തരാൻ വെച്ചിട്ടാ. ഒരു കരി നീല കളർ ഒരു പൂണ്ട് കേട്ടോ, പക്ഷേ അതിൻ്റെ പേര് എനിക്കറിയില്ല. പിന്നെ കാശിത്തുമ്പല്ലേ അതുണ്ട്, ചെമ്പരത്തി ഉണ്ട് കേട്ടോ. അതിങ്ങനെ വലിയ മരമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. മുറ്റടിക്കുമ്പോൾ പ്രാന്താവുകയാണെങ്കിലും കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. പിന്നെ ഈ സൈഡിൽ തെങ്ങുണ്ട്, കുറേ വാഴകളുണ്ട്. ഇതപ്പോൾ നമ്മുടെ സീതാപ്പഴം വന്നിക്കണം കേട്ടോ. അത് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കും. അപ്പോൾ അത് നല്ല വലുതായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് വ്യൂ കഴിഞ്ഞു. ഇനി സൈഡിലേക്ക് പോയിട്ടാ. അവിടെ കണ്ടോ കുഞ്ഞു കുഞ്ഞു പൂക്കളും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു കളർഫുൾ ചെടിയൊക്കെ ഉണ്ട്. ഇത് സപ്പോർട്ടല്ല കേട്ടോ, സോറി, ഇത് റോസാപ്പൂ. അതിൻ്റെ അപ്പുറത്തുള്ള മാതളപ്പഴമല്ലേ, അതിൻ്റെ ചെടിയാണെന്ന് കേട്ടോ തോന്നണേ. പിന്നെ ഇവിടെ കുഞ്ഞു കുഞ്ഞു ചെടികളുണ്ട്. ഈ കളർ ചെടി ഇവിടെ അധികം ഉണ്ട് കേട്ടോ, ഈ പൂവും ഇലയും. പിന്നെ അവിടെ മരമായിട്ടുള്ള കുറച്ച് ചെടികളുണ്ട്. പിന്നെ നമ്മുടെ മാങ്ങ മരമുണ്ട്. ഇപ്പം ഞായറാഴ്ച ഈ സൈഡൊക്കെ ഫുള്ള് ക്ലീൻ ആക്കിയതാട്ടോ. ഇത് ഫുൾ കാട് പോലെ ആയിട്ടുണ്ടായിരുന്നു, കാരണം നല്ല മഴയായിരുന്നല്ലോ. അപ്പോൾ നല്ല വെയിലായപ്പോൾ ഞായറാഴ്ച അതിൻ്റെ ഉള്ളൊക്കെ ഒരുവിധം ക്ലീൻ ആക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ തുളസിൻ്റെ, പിന്നെ ഈ സൈഡിലുള്ള നമ്മുടെ ചെടികളിനൊക്കെ അങ്ങോട്ട് മാറ്റിക്കായിരുന്നു കേട്ടോ. പിന്നെ അവിടെ രണ്ട് കുഞ്ഞ് തെങ്ങ് പോലത്തെ അങ്ങനത്തെ ഒരു ചെടിയുണ്ട്. പിന്നെ തുളസി ഉണ്ട്. പിന്നെ നമ്മൾ അവിടുത്തെ ചെടികളൊക്കെ ഇങ്ങോട്ട് മാറ്റിക്കാന്ന് അതാട്ടോ ഈ കാണുന്നത്. പിന്നെ നമ്മുടെ റൂമിൽ നിന്ന് നോക്കിയാൽ നേരെ കാണുന്ന വ്യൂ ആട്ടോ ഈ ഭാഗം. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാം. നമ്മളെ എല്ലാ വീഡിയോയിലും ഈ ഒരു സൈഡ് ഉണ്ടാവും കേട്ടോ. പിന്നെ അവിടെ നമ്മുടെ വേപ്പില മരം ഉണ്ട് കേട്ടോ. അതാ നമ്മുടെ റൂമിൻ്റെ അവിടെ നോക്കിയാൽ നേരെ കാണുന്നത് ഇതാട്ടോ ഇവിടുത്തെ വ്യൂ. അപ്പോൾ അവിടെ നമ്മുടെ കാറുണ്ട്. പിന്നെ ഞാൻ ഇത്രയൊക്കെ വീഡിയോ എടുത്തോളൂ കേട്ടോ. പിന്നെ ഞാൻ ഉള്ളിലേക്ക് പോയി. പിന്നെ അമ്മ പോകുമ്പോൾ തന്നെ മീനിൽ മസാല ആക്കി വെച്ചിട്ട് പോയിട്ടുണ്ട്. സാമ്പാറും പിന്നെ പച്ചക്കറി മാത്രം വേവിച്ചിട്ട് സാമ്പാറിന് മുന്നിടുമല്ലോ, അതാട്ടോ അത്. അപ്പോൾ മുട്ട വേവിച്ചിട്ടുണ്ട്. പിന്നെ പച്ചക്കറിയൊക്കെ മുറിച്ച് വെച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ. മീൻകറി താളിച്ചിട്ടില്ല. മീൻകറി ഇങ്ങനെ തിളപ്പിച്ച് അങ്ങനെ വെറ്റിച്ച് വെച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്തിപ്പഴം ഉണ്ടല്ലോ, അതിങ്ങനെ വെള്ളത്തിലിട്ട് വെക്കാൻ വെച്ചിട്ട്, അത് നമുക്ക് കഴുകാനുള്ള തുണിയാണ്. അപ്പോൾ അതൊക്കെ കഴുകി വെള്ളത്തിലാക്കി വെച്ചിട്ടാ. കുട്ടീസ് രണ്ടാളും മുകളിൽ ഉറങ്ങാട്ടാ. പിന്നെ വെള്ളം തുറന്നേക്കാൻ വെച്ചു. കാരണം പെട്ടെന്ന് കറണ്ട് പോയാൽ നമ്മുടെ ഫിൽറ്റർ ഓൺ ആവില്ല, പിന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടും. അപ്പോൾ വന്നതും ഉണ്ടാവുണ്ടല്ലോ, അതൊക്കെ കഴുകി വെള്ളത്തിനുള്ളത് ആക്കി വെക്കട്ടാ. പിന്നെ മെഷീനിൽ തുണിയിടാൻ വെച്ച് നമ്മുടെ മെഷീൻ കേടായി വരില്ല. അപ്പോൾ അതിൻ്റെ ശേഷം ഇപ്പോൾ ടച്ചിൽ ഇങ്ങനെ സ്റ്റിക്കർ ഒടിച്ച് വെച്ചിട്ട്, കാരണം നമ്മൾ നനഞ്ഞ കൈ കൊണ്ടൊക്കെ തൊട്ടാൽ ടച്ച് ഇനിയും കേട് വന്നാലോ. ഇപ്പോൾ മെഷീൻ മേടിച്ചിട്ട് ഒരു കൊല്ലം ആയിട്ടുള്ള അപ്പോഴേക്കും കേടായി. അപ്പോൾ നമ്മൾ 30 ആക്കിയേക്കുക. ക്യുക്ക് 13 അതുണ്ടാക്കുക. അപ്പോൾ അതൊക്കെ ആക്കി തുണി കറങ്ങാൻ തുടങ്ങിയപ്പോൾ നമ്മൾ മെഷീൻ്റെ അത് അടച്ചു വെക്കട്ടെ. കാരണം മെഷീൻ കേട് വന്ന പിന്നെ ഇപ്പോൾ പുതിയ സെറ്റപ്പൊക്കെയാണ്, കവറൊക്കെ മേടിച്ചിട്ടിരിക്കട്ടാ. പിന്നെ വെള്ളമൊക്കെ നിറഞ്ഞു, അതൊക്കെ അടച്ചു വെച്ചു. പിന്നെ മുകളിലൊന്ന് പോയി നോക്കിയിട്ടോ, ഒരു സമാധാനക്കേട് കുട്ടീസ് കണ്ടിട്ടോ. എന്നാൽ പോയി നോക്കിയപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒരു സൈഡ് കിടക്കണം, കുട്ടീസ് ഒരു സൈഡ് കിടക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ഗ്യാസ് മാറ്റിയിട്ടാ. ഗ്യാസ് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് മാറ്റിയിട്ട് അത് കേടായിട്ടാണ്. അപ്പോൾ ഇത് സാധാ നമുക്ക് ഇങ്ങനെ അടിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതൊന്നും വേണ്ട കേട്ടോ. തനിയെ ഓണാവണമാണ്, ഓട്ടോമാറ്റിക് ആവണം കേട്ടോ. പിന്നെ ദോശ ചുടാൻ വെച്ചു കേട്ടോ. അപ്പോൾ ദോശ ആനയ്ക്ക് കുഞ്ഞു ദോശ ചുട്ടു, ഹാനിയക്ക് കുഞ്ഞു ദോശ ചുട്ടു, എനിക്കൊരു 2 ദോശയും ചുട്ടു. പിന്നെ മീൻകറി താളിച്ചിട്ടില്ല, പക്ഷെ എനിക്കത് കഴിക്കാനൊരു പൂതി കേട്ടോ. മീൻകറിയും ദോശയും ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. എനിക്ക് സാമ്പാറിനോട് അത്ര താല്പര്യമില്ല കേട്ടോ, കാരണം ഇവിടെ എന്നും സാമ്പാറുള്ളതുകൊണ്ട് എനിക്ക് സാമ്പാർ അത്ര പറ്റുന്നില്ല. ഇത്തിരി എടുത്തു കേട്ടോ, കഷ്ണങ്ങളും കഴിക്കണ്ടേ പറഞ്ഞിട്ട്. അപ്പോൾ അതും ദോശയും മുട്ടയൊക്കെ ആയിട്ട് കഴിച്ചു. പിന്നെ നമ്മുടെ സിറ്റിംഗ് റൂം ഒന്ന് വൃത്തിയാക്കാൻ വെച്ചു കേട്ടോ. സെറ്റിയൊക്കെ കുറേ ദിവസമായിട്ട് തുടച്ചിട്ട്, അപ്പോൾ ഭയങ്കരമായിട്ട് പൊടി പിടിച്ച് കിടക്കണം. അപ്പോൾ അത് ക്ലീനാക്കാൻ ആദ്യം പില്ലോസൊക്കെ മാറ്റിയിട്ടാണ്. എന്നിട്ട് അവിടെ തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ പില്ലോസും തുടച്ചിട്ട് പിന്നെ ഉണങ്ങിയിട്ട് അങ്ങനെ വെക്കാൻ വെച്ചു. അപ്പോൾ ഇത് ഫുള്ള് ക്ലീനാക്കാൻ വെച്ചു കേട്ടോ. ഈ സെറ്റിയൊക്കെ നമ്മുടെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. പക്ഷേ ഇവിടെ റൂം ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ടാണ്. ആദ്യം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. ഈ സെറ്റിംഗ് റൂം കർട്ടൻ മാറ്റി, അതുപോലെ അതിന് മുകളിൽ സീലിംഗ് ഒക്കെ ചെയ്തു, ലൈറ്റൊക്കെ അങ്ങനെയൊക്കെ ഫുള്ള് മാറ്റിക്കായിരുന്നു കേട്ടോ. നമ്മൾ ഷെയ്ഖാന ഡെലിവറിക്ക് പോകുന്ന സമയത്തായിരുന്നു ഈ പരിപാടിയൊക്കെ. അപ്പോൾ അവിടത്തേക്ക് തുടച്ച് ക്ലീനാക്കി കഴിഞ്ഞ് ഫാനൊക്കെ ഇട്ടേച്ച് നമ്മൾ വന്നു കേട്ടോ. പിന്നെ പാൽ തിളപ്പിച്ചു. പിന്നെ കുട്ടീസ് 2 ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുറേ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ രണ്ടാളെയും കുളിപ്പിച്ച് കയറ്റിയിട്ടാ. 2 ടാബിൽ കാണുകയാണ്. ഷേഖ് മോൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടാട്ടോ, ഹാനിയക്കും തൻസീറിൻ്റെ
വാപ്പയുടെ കുഞ്ഞുമോൾന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങിയൊരു പാട്ടാട്ടാ. അപ്പോൾ അത് കേട്ടാൽ നല്ല ഇഷ്ടമാണ്. കുറച്ച് ഇങ്ങനെ കുലുങ്ങി ഡാൻസൊക്കെ കളിച്ചിട്ട് ആൾ കൂട്ടാ. അപ്പോൾ ഇതാ രണ്ടാൾ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരി കുട്ടപ്പയൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തുണികൾ ഉണങ്ങാടാൻ പോയപ്പോൾ ഇവർ രണ്ടാളും വെള്ളത്തിൽ കളിച്ചുട്ടാ. അപ്പോൾ അതാണ് വേഗം കുളിപ്പിച്ച് കയറ്റിയത്. പിന്നെ ഇതാ രണ്ടാൾക്കും അത്തിപ്പഴം കൊടുത്തുട്ടാ. വെള്ളത്തിലിട്ടപ്പോൾ ഒന്ന് കുതിർന്നല്ലോ. ഹാനിയാക്ക് ഒന്നും പറ്റില്ല, രണ്ടും പറ്റില്ല, 3 വേണം പറഞ്ഞിട്ട് കാര്യമായിട്ട്. അപ്പോൾ ഷെയ്ഗാർഡും ചിലപ്പോൾ മേടിച്ച് കഴിക്കും. അപ്പോൾ ഹാനിയാക്ക് 2 കൊടുത്തിട്ടാ. അപ്പോൾ ഇതാ പാട്ട് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ മീൻകറി താളിക്കണം. പിന്നെ നമുക്ക് ഉപ്പിരിക്കും ചെറിയുള്ളി ഇതാ ഞാൻ തൊലിച്ച് അത് മുറിച്ചുകൊണ്ടിരിക്കണം. റംഷിക്കുള്ള ചിക്കൻ ആക്കിയിട്ടാ. ചിക്കൻ വെറുതെ വേവിക്കട്ടെ ചെയ്യുക, മസാല ഇട്ടിട്ട് വേവിക്കും. ആൾക്ക് എണ്ണ ഒഴിച്ചിട്ടാക്കണമെന്ന് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡേറ്റ് അങ്ങനെ ആയതുകൊണ്ടാണ്. ഇപ്പോൾ ചെറുപഴം കഴിക്കട്ടെ രണ്ടാളും. ഇപ്പോൾ ഷീകമോൾ പഴത്തിൻ്റെ താഴിട്ട്. അപ്പോൾ അതാ ഭയങ്കര ചിരിയും കളിയൊക്കെയാണ് കേട്ടോ ആൾ. അപ്പോൾ ഇതാ മീൻകറിക്കുള്ള ഉള്ളിയൊക്കെ താളിച്ചുട്ട കറിവേപ്പിലേക്ക് ഇട്ടിട്ടാണ് അത് അതിൽ മിക്സാക്കി. ചോറ് നമ്മൾ ഇറക്കി വെക്കും പറഞ്ഞല്ലോ, അപ്പോൾ അതൊക്കെ ഊറ്റിയെടുത്തുട്ടാ. പിന്നെ ഇതാ റംഷി വന്നു. അപ്പോൾ റംഷിയുടെ വണ്ടിൻ്റെ സൗണ്ട് കേട്ടതും ഹാനി വാതിൽ തുറക്കാൻ ധൃതി കാട്ടിയിട്ട്. അപ്പോൾ ഓടി വന്ന് വാതിൽ തുറക്കുമ്പോൾ വേഗം ഫോൺ എടുത്തിട്ട് വന്നാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാ. അപ്പോൾ ഇതാ നല്ല വെയിലുണ്ട് കേട്ടോ ഇന്ന്. ഇപ്പോൾ കുറച്ച് 2-3 ദിവസമായിട്ട് നല്ല വെയിലുണ്ട്. മഴനെ ഇപ്പോൾ കാണാനേ ഇല്ല കേട്ടോ. അപ്പോൾ അതാ ഷേക്കുമോൾ അതാ താഴേക്ക് ഇറങ്ങിപ്പോണ്ട്. നമ്മുടെ ഉപ്പേരി അതാ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മീൻ കറി ഇതാ ചൂടാക്കിയതാട്ടോ ഒന്നുകൂടി. പിന്നെ മീൻ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് പൊരിക്കാൻ വെച്ചു കേട്ടോ. റംഷിക്കുള്ള ഫുഡൊക്കെ അളന്നെടുക്കുക കേട്ടോ. 100 ഗ്രാം ചോറ് അങ്ങനെയൊക്കെ ഡയറ്റിൻ്റെ അങ്ങനെയൊക്കെ ആയിട്ട് കഴിക്കണം. നമ്മൾക്ക് പിന്നെ അതൊന്നുമില്ല. നമ്മൾ മീനൊക്കെ പൊരിച്ച് നല്ല അടിപൊളി ഉച്ചയൂണൊക്കെ കഴിക്കട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ തടി കൂടി ഉണ്ട്, അത് വേറെ കാര്യം. എന്താ മീനൊക്കെ പൊരിച്ച് സെറ്റാക്കിയിട്ടാ. പിന്നെ പുറത്ത് പോയി നോക്കി തുണികളൊക്കെ എന്തായി ഉണങ്ങിയെന്നൊക്കെ. അപ്പോൾ ഇന്നലെ തിരുമ്പിയിട്ടാട്ടോ. അപ്പോൾ അതൊക്കെ ഉണങ്ങി, അതൊക്കെ ഇനി എടുത്തേക്കണം. അപ്പോൾ അതാ നമ്മൾ പുറത്ത് തൂക്കിയിട്ടുണ്ട് കേട്ടോ തുണികൾ. പിന്നെ നമ്മുടെ വേസ്റ്റ് പാത്രം ഒന്ന് കഴുകി വെച്ചു, കാരണം വെയിലത്ത് വെക്കലില്ലല്ലോ മഴക്കാലമായിട്ട്. അപ്പോൾ അതാ കുട്ടീസ് രണ്ടാളും ഒന്ന് നോക്കുമ്പോൾ നല്ല പുറത്ത് കളിക്കട്ടെ, നല്ല വെയിലുണ്ട്. റംഷി അതാ അവിടെ ഇരിക്കുന്നുണ്ട്. റംഷി അറിയാം പണികൾ കഴിഞ്ഞെങ്കിൽ കുട്ടീനെ എടുത്തിട്ട് ഉള്ളിലേക്ക് പോകാൻ, എനിക്ക് പോയി ഉറങ്ങണം പറയട്ടെ, കാരണം 5 മണിക്ക് എണിക്കണല്ലേ. എൻ്റെ പണികളാണെങ്കിൽ മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് കുറച്ചുകൂടി പാത്രം കഴുകാനുണ്ടായിരുന്നു, ലാസ്റ്റത്തെ പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുട്ടീനെയും കൂട്ടിയിട്ട് മേളിക്ക് വന്നു കേട്ടോ. ഹാനിയ വന്നില്ല, ഹാനിയ താഴെ തന്നെ നിന്നു കേട്ടോ. അപ്പം ഞാൻ താഴ്ന്ന് കാണിച്ചു തന്നല്ലോ, നമ്മുടെ റൂമിൽ നിന്ന് കാണുന്ന വ്യൂ ഇതാണെന്ന്. അപ്പോൾ ഒന്നുകൂടി ഞാൻ മുകളിൽ പോയിട്ട് അതേ വ്യൂ എടുത്ത് കാണിച്ചു തന്നു കേട്ടോ. വേപ്പിൻ്റെ ഒക്കെ പോയിക്കണം. ഹാനി താഴെ നിന്നിട്ട് വിളിക്കട്ടെ ഷെയ്ഖാനെ. അപ്പോൾ ഇതാ ഷെയ്ഖ് ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ മോർണിംഗ് റൊട്ടീന് പറയും ഒരുവിധം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതിൽ കുട്ടീസിന് ഫുഡ് കൊടുക്കണമെന്ന് എടുത്തിട്ടില്ല. അപ്പോൾ ഇതാ ഷേഖുമോളുടെ മെയിൻ പരിപാടി ഇതാട്ടോ. ജനൽ തുറന്ന് എന്തൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് അങ്ങോട്ട് പുറത്തേക്ക് അറിയും. അപ്പോൾ ഇതാ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഞാൻ ജനലടച്ച് വെക്കണതിന് ആൾ കരയാണ് കേട്ടോ. കുറച്ച് നേരം കളിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഷേഖുമോളിനെ ഉറക്കിട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യും, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.